ഇവിടെ എന്തോ ഭയങ്കര സംഭവമായിട്ടുള്ള എന്തോ ഉണ്ട്. ഇത് സംഭവം ഇല്ലെങ്കിൽ ട്രെയിനെല്ലാം ഇടുന്ന് പോകും പറഞ്ഞാ. ട്രെയിനില്ല, കാറ് മാത്രമുണ്ട്. ഇപ്പോൾ ട്രെയിൻ അവിടെ പോയിട്ടാ വിഷ്ണു അറിയാലോ, അവനറിയാലോ. കുറേ വണ്ടീൻ്റെ ഇതെല്ലാം ഉണ്ട്, സ്പെയർ പാർട്സ് എല്ലാം ഉണ്ട്, എന്തെല്ലാം ഉണ്ട് ഇവിടെ സംഭവം. ഇത് നമ്മളടുത്ത് IT പോലത്തെ വല്ല വണ്ടി ഉള്ളവിടെ എന്തോ എന്തോ ആക്കുന്നു ഗൈസ്. എന്ത് സംഭവം ഇത്? ഇതെന്ത് സംഭവം ഇത്? ഇതെന്ത് സാറേ? ലോ പവർ വാട്ടർ ഹീറ്റർ. എന്ത് ലോ പവർ വാട്ടർ ഹീറ്റർ? സാധാരണ നമ്മള് വാട്ടറിലൊക്കെ 3000 വാട്ട്സ് ഒക്കെ വേണം. ഇത് നമുക്ക് 300 വാട്ട്സ്. അയ്യോ സാർ ഉണ്ടാക്കിയതാ? അടിപൊളി. സോളാർ വണ്ടിയെല്ലാം ഉണ്ട്. അപ്പൊ അതിന്റെ നമുക്കിപ്പോ നോക്കിയോ, അതിന്റെ ആംസ് നോക്കിയോ, നമുക്ക് അറൗണ്ട് 1.2 വരുന്നുണ്ട് ആംസ്. 1.2 അപ്പൊ അത്ര നമുക്കറിയാം. പവർ ഇക്വേഷൻ V × I. ഇപ്പോൾ 230 വോൾട്ട് ആണ് സാധാരണ വോൾട്ട് ഉള്ളത്. ഇൻറ്റു 1.2 അപ്പോൾ എത്ര വരും? ഏകദേശം കാൽക്കുലേറ്റർ നോക്കിയാൽ 1.2 ഇൻറ്റു 230 276 വാട്ട്. അപ്പോൾ 276 വാട്ട് ആണ് നമുക്ക് ഇതിൻ്റെ കൺസംഷൻ അല്ലേ. നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും, നമുക്ക് നല്ല രീതിയിൽ കുറക്കാൻ പറ്റും. പിന്നെ ചുണ്ടാ കുടിക്കാനും കുളിക്കാൻ എല്ലാത്തിനും കുളിക്കാൻ വേണ്ടി അതുകൊണ്ട് ചൂട് കുറച്ച് കുറവാണ്. ഇത് ഏകദേശം ഒരു 15 ലിറ്റർ ആണ്. 15 ലിറ്റർ നമുക്ക് ഏകദേശം ഒരു 35-40 മിനിറ്റ്സിനുള്ളിൽ ചൂടാവും. പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഫുൾ ടൈം ഓൺ ആണ്. ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് ഓൺ ഓഫ് ആവും. കാരണം ഇത് തെർമോസ്റ്റാറ്റ് ഉണ്ട്. കൊണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ഓൺ ഓഫ് ആവും. അപ്പോൾ ടെമ്പറേച്ചർ ഇത് വിസ്റ്റാൻഡ് ആണ്. കാരണം ഇതിൽ തെർമോഫ്ലാക്സ് കൂടി ഉണ്ട്. അപ്പോൾ ടെമ്പറേച്ചർ ഒരു 4 മണിക്കൂർ ആ ചൂട് അങ്ങനെ നിലനിൽക്കും. അടിപൊളിയാണ്. കുടിക്കാൻ പറ്റും. സാർ കുടിച്ചിട്ട് നോക്കുന്നത് ഞങ്ങൾ അപ്പോൾ ക്ലാസ്സില്ല. അപ്പോൾ ഇതാണ് നമ്മൾ സാറിനെ കണ്ടുപിട്ടോ. അതെ, നല്ല ഇതല്ലേ, നല്ല ചൂടുണ്ട്. ഓക്കെ സാർ, താങ്ക് യു. അപ്പോൾ സാർ എന്ത് ഇത് സോളാർ ട്രക്ക് അല്ലേ? സോളാറിൽ ഇതാണ് ട്രക്ക്. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ സാർ എന്ത് വാക്കുന്നു ഗൈസ്. കാരണം ഇതിൽ ബാറ്ററി നോക്കിക്കോ, ഇതിൽ ബാറ്ററി ഒന്നും ഇല്ല, ബാറ്ററി കാര്യങ്ങളൊന്നും ഇല്ല, ഓൺലി സോളാർ പാനലാണ്. പക്ഷേ ഈ സോളാറിൽ ഇത് ഹൈ ലോഡർ എടുക്കും. വണ്ടി അടിപൊളി വണ്ടി. അയ്യോ പൈസയാണ് ഉണ്ടാക്കിയല്ലേ? എൻ്റെ പേര് ഹരിപ്രസാദ്, ഇവിടുത്തെ MD മെക്കാനിക് ഡീസലിലെ ഇൻസ്ട്രക്ടറാണ്. ഓക്കെ, താങ്ക് യു സാർ. ഇവിടെ കാര്യമായിട്ട് എന്തോ ഉണ്ട് സംഭവം നോക്കാം. നമ്മൾ ഇവിടെ എന്തെല്ലാം ഉണ്ട് എന്തിനാ ഭയങ്കരല്ലോ പറയങ്ങ. ഇവിടെ കാര്യമായിട്ടുള്ള എന്തെല്ലോ മെഷീനെല്ലാം ഉണ്ട്. ഇടാ ഇതിൽ ആരെങ്കിലും എക്സ്പ്ലെയിൻ ആക്കുക എന്തെന്ന് വല്ല റീലാമിൻ്റെ അടുത്ത് വരട്ടിയതാടാ. നീ നോക്കോ എന്താ എന്തിനാ ചെല്ലുമായി ആരോനാ. ഓക്കെ മതി ഞാൻ ചെല്ല്. ഇതെന്ത് സംഭവം? ടൂൾസ് ഓരല്ല ടൂൾസ് വെൽഡിങ് ഫുൾ ഇതെന്ത് സാർ? ഇത് ഗ്യാസ് കട്ടർ അല്ലേ? ഏകദേശം സാധനം അറിയാം, എനിക്കറിയാം. ഇതെന്ത് സംഭവം? ഹെൽമെറ്റ്. ഇത് ചാലല്ലോ ഉറക്കല്ലോ ഇങ്ങനെയല്ലേ അല്ലേ? പവർ ഇത് ഇതെന്ത് സംഭവം? ഇത് പവർ എക്സോ. എന്താ എക്സോ? ചീത്ത വിളിക്കല്ലോ. ഇത് ഓക്കെ ഓക്കെ, അറിയാം അറിയാം അറിയാം. ഇത് ഗ്രൈൻഡ് ആക്കുന്നതാണ്. ഇത് ഓക്സിജൻ സിലിണ്ടർ. ഓ അതാണല്ലേ. എന്താ അടിക്കണ്ടേ? ഫസ്റ്റ് എന്തോ അടിക്കണല്ലോ. ഇവിടെ കാര്യമായിട്ടുള്ള എന്തോ വീഡിയോയിലുണ്ട്, ഞാൻ ശ്രദ്ധിച്ചിട്ടാ ഗൈസ്. എന്തിനാകുമ്പോ അല്ലാ ചീത്ത വിളിക്കല്ലേ അല്ലാ. മകനൊന്നുമില്ല. ഇതെന്ത് വെൽഡിങ്ങിനാ? അണ്ടർ വാട്ടർ വെൽഡിങ്. സ്റ്റാർട്ടിങ്. ഓക്കെ ഓക്കെ.
ഏത് ആ ഇത് പുതിയ മെഷീനാണ് ഫ്രീ ഫയർ മെഷീൻ ഓർദ് അല്ലേ ആ അതെ അതെ IT സ്പെഷ്യൽ വലിയ ഗെയിമെല്ലാം നടക്കുന്നത് എന്തോ ഗെയിമെല്ലാം ഉണ്ടാക്കുന്നത് മാഡം അല്ലേ എന്തോ ഗെയിമെല്ലാം കളിക്കുന്നത് എന്തിനാ സംഭവം ഇതാരും നിങ്ങൾ ഉണ്ടാക്കിയതാ ആ ഇതിനാ ഉണ്ടായി ഈ മാഡം ഇവിടെ കളിക്കുന്നത് നമ്മളെ ഗെയിം ഇവിടെ ഫോട്ടോ എടുക്കാനുള്ള സെക്ഷനെല്ലാം ഉണ്ട് കുറച്ച് പേര് ഫോട്ടോ എല്ലാം എടുക്കുന്നത് എന്തിനാ പായുന്ന ഫോട്ടോ എടുക്ക് പിന്നല്ല ഞാൻ യൂട്യൂബിൽ കാണിക്കാല്ലേ കിട്ടുന്ന ഇതാണ് ഫോട്ടോസ് ഒക്കെ നിൽക്കടാ ആൽബിനെ നിൽക്ക് ആൽബിൻ നിൽക്കണ്ടിയാ നിൽക്കടാ എന്നോട് കുറച്ച കാലമായി എന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല അതിൽ കുറെ നായി പരാതി പറയുന്നു ഈ ചങ്ങായി പറങ്ങായി എന്തെങ്കിലും പറ നീയല്ലേ പറഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല എന്നെ മാത്രം കഴിഞ്ഞ എന്തിനാ എന്ന് പറയാനും ഇല്ലാന്ന് ഭയങ്കര പറയുന്നല്ലോ എന്നൊന്ന് പറ എല്ലാവിധ ആശംസകളും ഓക്കെ അപ്പോൾ എല്ലാവിധ ആശംസകളും ഓക്കെ അപ്പോൾ അവൻ്റെ ഇന്നലെ കയ്യേറിയ ആൾക്കാരുണ്ട് ഇന്ന് എന്റെ ബ്ലോഗ് നമ്മളെ ഡാൻസർ മുഞ്ഞാത്ത അല്ല കാര്യമായിട്ടുള്ള തന്നിട്ട ആ അല്ലേ ഒഫീഷ്യൽ സോറി ഗൈസ് ആൾക്കാർ ശരിയില്ല എന്തിനാ ഞാൻ വരുമ്പോ പോകുന്ന എല്ലാവരും കയ്യിൽ വെക്കുന്ന ഗൈസ് ഇവിടെ NSSന്റെ ഉൾറെല്ലാം ഉണ്ട് എന്തിനാ യാ ഓമാഞ്ഞി കൗണ്ടറെല്ലാം ഉണ്ട് ജ്യൂസ് കൗണ്ടർ സോറി അല്ല ഇവിടെ ഒരു പുതിയ വീഡിയോഗ്രാഫർ അല്ലേ ഫുഡ് കൗണ്ടർ സോഡ എന്തിനാ അവന് നാണക്കേടോ അതൊക്കെ കണ്ട ഇത് നമ്മളെ സാറ് ഇതെന്തോ ഇത് ഇവിടെ ചെറിയ ഇതുണ്ട് ഇതെന്ത് സംഭവം ഇടെന്ത് സാറ് സംഭവം ആ പറ എന്നൊന്നും പറയാൻ കഴിയും നല്ല വിരാക്കണോ നമുക്ക് ഇതിനല്ല ഓണിക്കുന്നു ആരാ ഇല്ലറാ ആ കഥ എന്തിനാ അല്ലേ പവറ് ഇത് കോഴിക്കോടിലെ പോയിട്ട് ഡാൻസ് കളിക്കുന്നതാണ് ഫേം ഉള്ളതാണ് ആശി ചെല്ലറാ നോക്കറ വീട് കാണിക്കും ആശി അതിന് നാണക്കേടാന്നല്ല മെയിനായിട്ട് എന്തോ സംഭവം ഉണ്ട് കുറെ ആൾക്കാരെല്ലാം എക്സ്പ്ലെയിൻ ആക്കാൻ നിന്നിട്ടുണ്ട് എടെന്ത് സംഭവം എന്ത് IoT ബേസ്ഡ് ഹോം ഓട്ടോമേഷൻ അതായത് ഹോം അപ്ലയൻസസ് നമ്മുടെ ഫോൺ ഉപയോഗിച്ച് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും കൂടാതെ അലക്സ പോലുള്ള ടൂൾസ് ഉപയോഗിക്കാൻ പറ്റും നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്തത് മൈക്രോ കൺട്രോളർ ESP8266 ആണ് അത് വൈഫൈ ബേസ്ഡ് ആയിട്ട് വൈഫൈ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ഫോൺ അതായത് ഈ വൈഫൈ സറൗണ്ടിങ്സിൽ ഫോൺ വെച്ച് വേറെ കൺട്രോൾ ആക്കാൻ പറ്റും മ്യൂസിക് സിസ്റ്റം ലൈറ്റ് അങ്ങനത്തെ ഫാന് എല്ലാം അലക്സയുണ്ട് ഇതേപോലെ സൗണ്ടിന്റെ സമയത്ത് ചിലപ്പോൾ നമുക്ക് വോയിസ് കമാൻഡ് വർക്ക് ചെയ്യണമെന്നില്ല ആ സമയത്ത് നമുക്ക് മാനുവലായിട്ട് ഇത് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതെല്ലാം മെക്കാനിക്കൽ സൈഡാണ് ഇത് നമ്മുടെ ഇലക്ട്രിക്കൽ സൈഡ് ഇത് നമ്മുടെ മെക്കാനിക്കൽ ഇത് ഇലക്ട്രിക്കലും ഇത് മെക്കാനിക്കലും ഇതിന്റെ പേരാണ് പ്രസ് ടൂൾ ഇതിന്റെ പേരാണ് പ്രസ് ടൂൾ അതായത് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വണ്ടിയുടെ ഡോറ് ബോണറ്റ് കാര്യങ്ങളെല്ലാം ഇല്ലേ അതെല്ലാം ഇതേപോലത്തെ ഒരു ടൂളിൽ വെച്ചിട്ട് ചെയ്തെടുക്കുന്നതാണ് പല പല ഓപ്പറേഷൻസ് ചെയ്തെടുക്കുന്നത് മോൾഡ് മെയിനായിട്ട് ഡിഫറൻസ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോൾഡിന് പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ആണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ആദ്യം നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കും ലാസ്റ്റ് ഇതേപോലെ മാനുഫാക്ചർ ചെയ്തിട്ട് ഫൈനലി പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് മെഷീനിൽ നമ്മൾ ലോഡ് ചെയ്തിട്ട് മെഷീനിലേക്ക് കൂടി മെറ്റീരിയൽ ഇഞ്ചെക്ട് ചെയ്തിട്ട് മെറ്റീരിയൽ
ഉണ്ടാക്കുന്ന സംഭവം. ഉണ്ടാക്കിയെടുത്ത് ക്ലോസ് ചെയ്ത് ലാസ്റ്റ് ഫൈനലി നമുക്ക് പ്രോഡക്ട്സ് ഉണ്ടാക്കി. ഇതെല്ലാം നമ്മൾ കോളേജിൽ ചെയ്തെടുത്ത പ്രോഡക്ട്സ് ആണ്. ഫൈനൽ ഇയേഴ്സ് പ്രോജക്റ്റ് ആയിട്ട് ചെയ്തെടുത്തു. ഓക്കെ, താങ്ക് യു. ഇതാരി ആരോ വീഡിയോഗ്രാഫർ സ്ഥലമുണ്ട്. എന്തെങ്ങായി ഇന്ന് ചെല്ലിയങ്ങായി എന്ത് ഉണ്ടായിരിക്കുന്നത്. ഇവിടെ എന്തോ സംഭവം ഉണ്ട്, ഇപ്പോൾ കാണാം. ഓക്കെ, ഇവിടെ എന്തെന്ന് അറിയില്ല, കുറേ എഞ്ചിന് മോട്ടർ എല്ലാം ഉണ്ട്. ഇവിടെ പറ ആരാ ഇവിടെ പറയുന്ന ആരേക്ക്. ഓക്കെ, ഇലക്ട്രീഷ്യൻ മാറ സംഭവം ഇത്. എന്ത് സംഭവം എടാ എടാ പറഞ്ഞേ ആരി ഇതാ ആ പതിക്കുന്ന മെഷീൻ. ഓ, ഇതാണ് പവർ പ്ലാന്റ്. മുല്ലപ്പെരിയാറിൽ നിന്നുള്ള ചെന്നായിട്ട് അതുപോലത്തെ സംഭവം അല്ലേ? അങ്ങനത്തെ സംഭവം. ഇതെന്തടാ പറഞ്ഞടാ എന്തിനാ നിങ്ങളുടെ സംഭവം? ആ, അത് മെഗർ. ഇത് മെഗർ നമ്മളെ റെസിസ്റ്റർ അളക്കാൻ വേണ്ടി യൂസ് ആക്കുന്ന ആ, സാധനം. ഓക്കെ. കൈ നീട്ടിയാൽ ഒരു ഡെമോ കാണിച്ചു വേണമെങ്കിൽ ഇതാ ഇവിടെ നിൽക്കാം. ഓക്കെ. സ്വിച്ച് ഓൺ ആക്കി ഷോക്കൊന്നും അടിക്കാമല്ലോ. ലോക്ക് അടിക്കല വെച്ചതാ. ആ, ചെറിയ രീതിയിൽ കറണ്ട് ഉത്പാദിക്കണം. യെസ് യെസ് യെസ്. ചെറിയ രീതിയിൽ സ്പാർക്ക് ആണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ ഭയങ്കര ചെറിയ രീതിയിൽ ഒരു സ്പാർക്ക് ഉണ്ടാവും. ഇത് കാണും പറ്റുമെന്നൊന്നുമില്ല. അപ്പോൾ ഇത് മോട്ടറിൽ റെസിസ്റ്റർ അളക്കാൻ വേണ്ടി യൂസ് ആക്കണം. ഓ, അത്രേ ഉള്ളൂ. ഇതൊക്കെ അതുപോലെ തന്നെ സംഭവം. ആ, ഈ ഇലക്ട്രീഷ്യൻ ഭാഗമായിട്ട് കുറേ സാധനം. വോൾട്ടിമീറ്റർ നമ്മളെ ആ, കറണ്ടിൻ്റെ കാര്യമെല്ലാം നോക്കാനുള്ള സംഭവം. ടാക്കോമീറ്റർ. നമ്മൾ മോട്ടർ കറങ്ങുന്നുണ്ടെങ്കിൽ ആ, സ്പീഡ് അളക്കാൻ വേണ്ടി യൂസ് വീട് ചെയ്യാം. നോക്കണം. ഇതെന്ത് സംഭവം? ഇതാര് പറയുന്ന ആള്? ഇതെല്ലാം ടൂള്. ടൂൾസാണ്. എല്ലാ ടൂളും അല്ലേ? സ്ക്രൂ ഡ്രൈവർ, ടെസ്റ്റർ. ഇതെന്ത് സംഭവം? പുതിയ സാധനം എന്ത്? ഓമീറ്റർ. ഓ, ഒരു ടെസ്റ്റർ. ഇതും പുതിയ സാധനം ഇത് ടെസ്റ്റ് കറണ്ട് ഉണ്ടാ. അപ്പൊ ഇതാര് പറയുന്ന? നീ പറയോ? ആരാ പറയാ? ആരും ഒരാൾ പറ. ആര്? ഓളാ അവ പറ. ആ, പറ പറ. എല്ലാവരും ഉണ്ട്, അവരും ഉണ്ട്. ആ, പറ പറ. ഒരു സർക്യൂട്ടിന് മറ്റൊരു സർക്യൂട്ടിലേക്ക് പവർ ചേഞ്ച് ആക്കി വെക്കാം. ആ, ഇത് വിസ്റ്റം ബ്രിഡ്ജ്. അത് പറഞ്ഞാൽ നമ്മൾ റെസിസ്റ്ററിന് ഒരു കളർ കോഡ് ഉണ്ട്. ആ. അതിൻ്റെ അൺനോൺ വാല്യൂ കണ്ടുപിടിക്കാൻ യൂസ് ആക്കുന്നതാണ്. ഇതെല്ലാം എന്തിനാ ബ്ലോഗ് അങ്ങനെ എന്ത് നീ ഒക്കെ കണ്ട എന്താ? ഇതെന്ത് സംഭവം? ഇത് മാനുവൽ സ്റ്റാർട്ടർ സ്റ്റാർട്ടർ. എന്ത് മാനുവൽ സ്റ്റാർട്ടർ. ആ, പിന്നെ ഇത് ഹാൻഡ് ഡ്രിൽ മെഷീൻ. ഓ, പിന്നെ ഇത് ഓട്ടോ ട്രാൻസ്ഫോമർ. മെഷീൻ. ഇത് അതുപോലെ ഇത് വയറ്. ഇത് ഇൻസുലേറ്റർ പോസ്റ്റിനല്ല. ആ, അതെ. ഇത് drill machine. ഇവിടെയും കുറച്ച് സാധനങ്ങളുണ്ട്. ഇതെല്ലാം എന്താ? ആരാ ഇവിടെ എക്സ്പ്ലെയിൻ ആക്കുന്ന? ആര് ഇത്? ഇതാരും എക്സ്പ്ലെയിൻ ആക്കുന്ന? ആ ആ, സോളാറ്. ഓ, ചാർജർ, ബാറ്ററി. ഇത് ഇതിന്റെ ഗീസർ. ഇത് നമ്മുടെ ബാത്റൂമിലെല്ലാം വാട്ടർ ഹീറ്റ് ഹീറ്റർ. ആ, ആ സാധനം. പിന്നെ ഇത് സ്റ്റാർട്ടർ. പിന്നെ ഇത് 3 സ്റ്റാർട്ടർ. മോട്ടോർ മോട്ടോർ സ്റ്റാർട്ടർ. സ്റ്റാർട്ട്. ഇത് ഇത് ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമർ. എൻ്റെ ഡമ്മിയാ യൂസ് ആക്കാൻ പറ്റുമോ? ഇതെല്ലാം സംഭവം. ഇത് സ്പ്രിംഗ് ഇൻഡക്ഷൻ മോട്ടോർ. ഓ, 3 ഫേസ്. ആ, ആ, ഓ, അടങ്ങ എന്തുള്ളോ. യെസ് ഗൈസ്, കറങ്ങുന്നു ഗൈസ്. എല്ലാം ശരിയുണ്ട്. നമ്മൾ ITL ചില്ലർ IT ഒന്നുമല്ല, എല്ലാ സംഭവങ്ങളും ഉണ്ട് നമ്മളെ അടുത്ത്. ഓക്കെ, താങ്ക് യു റാ. ഇതെന്ത് സംഭവം? ഇത് സംഭവം എന്തില്ല? ഓക്കെ ഓക്കെ. ഇത് DC സീരീസ് മോട്ടർ, അത് DC ഷണ്ട് മോട്ടർ. ഇതിപ്പോ കറക്കാൻ കഴിയാം, അതുകൊണ്ട് കറക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. ഇതെന്ത് സംഭവം? ഇതാരും എക്സ്പ്ലെയിൻ ആക്കാൻ നീയാ? ഇത് DC കോമ്പൗണ്ട് മോട്ടർ. ഏത് ഇത്? എലിവേറ്റർ. ആ, ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക്. ഈ മോട്ടർ. ഓ, എലിവേറ്റർ ക്ലസ്റ്ററിലൂടെ ആ, ഓക്കെ ഓക്കെ. ഓണാക്കിയിട്ട് അടിക്കുന്നുണ്ടോ? ഓ, ഭയങ്കര ടോർക്കായിട്ട് അല്ലേ? ഇതെന്ത് സംഭവം?
ആ യൂസ് ചെയ്യുന്ന മോട്ടറാണ് യൂണിവേഴ്സൽ മോട്ടർ. പക്ഷേ ഭയങ്കര പവറായിരിക്കും, അതിനെ ഓണാക്കാൻ പാടില്ല. ഓ അങ്ങനെ. ഇതപ്പോൾ ഇത് പുതിയ സാധനം, ഇത് കണ്ടിട്ടേ ഇല്ല. ആ ആ ആ സാധനം അല്ലേ. ഇതെല്ലാം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ടുണ്ട്. ഇത് അതുപോലെ തന്നെ മോട്ടറാ? ആ ആ അതുപോലെ ആ ആ സംഭവം. ഓക്കെ ഗൈസ്, അതോ കാര്യമായിട്ടുള്ള എന്തെല്ലാം ഉണ്ട്? യെസ് ഗൈസ് ആണല്ലോ. ഏത് സംഭവം? ഓ CPU. അപ്പോൾ ഇതെന്ത്? ഇതെല്ലാം നിങ്ങൾ ഉണ്ടാക്കുമോ? ലാക്കുന്നു ആര്? അതന്നെ. ഇത് ലേസർ പ്രിന്റർ, ഇത് പവർ സപ്ലൈ, ഇത് കൺട്രോൾ, ഇത് ബോർഡർ യൂസ് ആക്കിയിട്ടാണ് ഇത് ഇതാക്കുന്നത്. ബോർഡർ തുറന്നാക്കിയാലോ കറുത്ത ബോർഡർ. മെജന്ത, CN, യെല്ലോ, BGP ഇതിന്റെ ഫുൾ ഫോം പിഗ്മെന്റ് ലേസർ. ഓക്കെ ബാക്കിയുള്ള കാര്യങ്ങളും കാണാം. ഓക്കെ ഇവിടെ എന്തിനാ ഇതെല്ലാം എന്തിനാ കൈ പറങ്ങൈ ആരാര് ഇവിടെ ഇവിടെ ആര് ഓരാ വേണ്ട, അവർക്ക് താല്പര്യമില്ല കൈസ്, താല്പര്യമില്ല അവർക്ക് പറഞ്ഞാൽ നമുക്ക് വേണ്ട. പറങ്ങൈ ആരെങ്കിലും ഒരാൾ പറങ്ങൈ. ആ എന്ത് ഇവിടെ ആരും സപ്പോർട്ടില്ല കൈസ്, ആരും പറഞ്ഞു തരാൻ ആരില്ല. എന്തിനാവരാ അങ്ങോട്ട് പറയല്ലേരാ. അതിന്റെ മൂഡ് കാണിച്ചല്ലോ. എന്തൊക്കെയോ മെഷീൻ ഉണ്ട് കൈസ്, എന്ത് പറയല്ല. ആരും പറയുന്നില്ല ടീച്ചർ. ശരിയാക്കി കൈസ്, ഒന്ന് ശരിയാക്കി. ഓക്കെ ഗൈസ്, കൂടെ എന്തുകൊണ്ട് ഗൈസ് എന്താ അറിയില്ല, ആരും പറഞ്ഞു തരാത്ത കൊണ്ട് ഞാൻ എല്ലാം കാണിക്കണം. ഓക്കെ ഓ ഞാൻ പറയണല്ലോ. ഇതൊക്കെയാണ് ഇടുള്ള. എന്ത് അല്ലേ, ടൈറ്റാനിക് കപ്പലെല്ലാം ഉണ്ട് ഇടാ. നമ്മൾ ബുൾ റൺ ഉണ്ടാക്കിയ ITLത്തെ ബുൾ റൺ ഉണ്ടാക്കിയ കപ്പൽ, പിന്നെ വലിയ റോബോട്ട്, കാര്യമായിട്ടുള്ള റോബോട്ട്. എന്ത് ഒന്ന് പറയാൻ എന്തിങ്ങനെ നമ്മളെ വണ്ടി, നമ്മളെ ബുൾ റൺ ഉണ്ടാക്കിയ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്.